ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഗുണ്ടൽപേട്ടിന് പോവുകയാണ്. ഇപ്പോൾ രാവിലെയാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ സൂര്യകാന്തി പൂ ഒത്തിരി പൂത്തിട്ടുണ്ട്. ഒത്തിരി പേര് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ ചെണ്ടുമല്ലിപ്പൂവും ഒത്തിരി ആയിട്ടുണ്ട്. നമ്മളതിന് ബന്ദിപ്പൂ എന്ന് പറയും. അതും ഒത്തിരി വിരിഞ്ഞിരിക്കുന്നത്. ഓണസമയമാകുമ്പോഴത്തേക്കും അതെല്ലാം പറിക്കും. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് 5 മണിക്കാണ് പോണത്. ഞാനും ഹസ്ബൻഡും പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടി കാറിനാണ് പോകുന്നത്. അപ്പോൾ പോകുന്നത് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് തൃശ്ശൂർ വഴി നിലമ്പൂർ ചെന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. ആ വഴിയാണ് പോകുന്നത്. നിലമ്പൂരിൽ നിന്ന് നാടുകാണി ചുരം കയറി നമ്മൾ തമിഴ്നാട് അതിർത്തിയിലേക്ക് പോകും. അവിടെ നിന്ന് മുതുമല ടൈഗർ റിസർവ് വനത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയെന്ന് വെച്ചാൽ ഒത്തിരി ആന, പിന്നെ കുരങ്ങ്, പിന്നെ മാൻ, ഇതിനെയൊക്കെ ഒത്തിരി കാണും. മാനാണ്, ഇഷ്ടം പോലെ മാനുണ്ട്, ഒത്തിരി മാനുണ്ട്. പിന്നെ മയിലുണ്ട്. ഇത്രയും മാനിനെ ഞങ്ങൾ ആദ്യമായിട്ട് ഞാനിങ്ങനെ പോകുമ്പോൾ കാണുന്നത്. നല്ലൊരു സമയമായിരുന്നു ഞങ്ങൾ പോകുന്ന ആ ഒരു സമയം. 4 മണി കഴിഞ്ഞു അവിടെ. 4 മണിയൊക്കെ കഴിഞ്ഞ സമയപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ വെളിയിൽ കൂടി എല്ലാം ഉണ്ട്. നമ്മുടെ കാറിനോട് ചേർന്ന് നടന്നു പോകുന്നതൊക്കെ. പിന്നെ നമ്മൾ ഹോണൊന്നും അടിക്കാതെ പതുക്കെ പോകാമോളൂ. പിന്നെ അതുപോലെ വണ്ടി അവിടെ നമുക്ക് നിർത്താൻ പാടില്ല, നിർത്തി ഇറങ്ങരുതെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പം നിർത്താതെ കാറിൽ നമ്മൾ ചെറുതായിട്ട് സ്പീഡ് കുറച്ച് പോവുകയാണ്. അപ്പോൾ ഒത്തിരി ആനയൊക്കെ ഉണ്ട്. അയ്യോ, ആനയൊക്കെ നിൽക്കണാണ്ട് നമുക്ക് പേടിയാവും കേട്ടോ. പക്ഷെ അതുപോലെ ആനയുണ്ട്. ആരെ ഉപദ്രവിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഹോണൊന്നും അടിക്കണില്ല, പിന്നെ വണ്ടി നിർത്തുന്നുമില്ല. പക്ഷെ ആന പോകുന്നതൊക്കെ ഇത്രയും ഒന്നിച്ചിങ്ങനെ നമ്മൾ മേയാൻ വിട്ടേക്കണ മാതിരി ആന നടക്കുന്നത് അങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകമായിരുന്നു കേട്ടോ. അതുങ്ങളെല്ലാം പുല്ല് തിന്നിങ്ങനെ നടക്കുന്നു. നമ്മളതിലെ പോകുന്നത് ശ്രദ്ധിക്കുന്നേ ഇല്ല. അതുപോലെയാണ് അതുങ്ങൾ നടക്കുന്നത്. പിന്നെ അതുപോലെ ഒത്തിരി മാനുണ്ട്, മയിലും ഒത്തിരി ഉണ്ട്. ഇതൊരു ആനയാണ് ഞങ്ങളുടെ അടുത്തോട്ട് വന്ന് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വരിക. അപ്പം അത് കണ്ടപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു. കാരണം അത് വന്ന വരവെന്ന് വെച്ചാൽ കൊമ്പൊക്കെ കുലുക്കി, തുമ്പിക്കൈയൊക്കെ കുലുക്കി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് പേടി. അപ്പം ഞാൻ പറയും സ്പീഡിന് വണ്ടി വിട്ടോളാം. എനിക്ക് അത്രയ്ക്ക് പേടിയായിപ്പോയി. പക്ഷെ പിന്നെ അതങ്ങ് മാറി. ആ റോഡ് മുറിച്ചങ്ങ് കടന്നുപോയി. അങ്ങനെ റോഡ് മുറിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടേക്കുന്നത്. കാരണം ആന നമ്മൾ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. പക്ഷെ ഇടുക്കി പോകുമ്പോൾ വെച്ച് ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഇങ്ങനെ അടുത്തേക്കടെ കണ്ടിട്ടില്ല. വനത്തിൽ കാട്ടാനെ അല്ലാതെ നമ്മൾ നാട്ടാനെ കാണുന്നു. ഇത് പക്ഷെ കാട്ടാന ഇങ്ങനെ റോഡ് മുറിച്ച് കയറിപ്പോയത് അതിശയമായിട്ടായിരുന്നു കണ്ടത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ കർണാടക ബോർഡറിലേക്ക് ചെന്നു. പിന്നെ കർണാടകയിൽ നിന്ന് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് വഴിയാണ് നമ്മൾ ഗുണ്ടൽപേട്ടിന് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ബന്ദിപ്പൂർ ചെന്ന് കഴിഞ്ഞപ്പം ഇതേ കണ്ടീഷൻ തന്നെ. ആനയുണ്ട്, മാനുണ്ട്, മയില്, ഇതെല്ലാം ഒത്തിരി ഉണ്ട്. ഇങ്ങനെ മയിലിനെയൊക്കെ കാട്ടിൽ ഞാൻ ആദ്യമായിട്ട് ഇത്രയും കാണുന്നത്. 1-2 നമ്മൾ സാധാരണ കാണാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം അവിടെയും നല്ല ഒത്തിരി കാണാനുണ്ടായിരുന്നു. അവിടെയും മയിലാണ് ഭയങ്കര, ഒത്തിരി മയിലുണ്ട് കേട്ടോ. ആൺമയിലും പെൺമയിലും ഇങ്ങനെ പീലി വിടർത്തിയൊക്കെ നിൽക്കുന്നതൊക്കെ കാണുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പം അതും കണ്ട് ഇങ്ങനെ പോയി. ബന്ദിപ്പൂർ വനത്തിൽ ആനയും, മറ്റേ ആനയെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പക്ഷേ ഇത് കർണാടകയാണോ തമിഴ്നാടാണോ എന്ന് അറിയത്തില്ല. വനം അങ്ങനെ ഒന്നിച്ച് കിടക്കല്ലേ. നമ്മളാണ് ഇങ്ങനെ അതിർത്തി കെട്ടി തിരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ബന്ദിപ്പൂരിൻ്റെ അങ്ങോട്ട് അവിടെയൊക്കെ മയിൽ കിടക്കുന്ന, നമ്മൾ വീട്ടിൽ കോഴിയൊക്കെ അയച്ചിട്ടേക്കണ മാതിരിയാണ് മയിലും നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാട്ടാനെ ഒത്തിരി കണ്ടു. അത് ഈ നിൽക്കുന്ന എല്ലാം കാട്ടാനകൾ. അവിടെ ഇങ്ങനെ പോത്തിനെയൊക്കെ അയച്ചിട്ടേക്കണ മാതിരിയാണ് നടക്കുന്നത്. നമുക്കൊരു അതിശയമായിരുന്നു കേട്ടോ. പിന്നെ വരുന്ന വണ്ടികളെല്ലാം ഇതുപോലെ ചെറുതായിട്ട് സ്ലോ ചെയ്ത് കാണണം, അല്ലാതെ നമുക്ക് അധികം വണ്ടി അവിടെ നിർത്തിയിടരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും കണ്ട് പോകുന്നു. പിന്നെ കുറേയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ മാൻ കണ്ടോ? മാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എല്ലാം പുല്ല് തിന്നിങ്ങനെ നടക്കും. നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. മഴയുമില്ല, എന്നാൽ വെയിലും ഇല്ല. കാരണം ഒരു 4 മണി സമയമായതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥ. അതുകൊണ്ടായിരിക്കും ഇത്രയും ഇതിനെയൊക്കെ മൃഗങ്ങളെ നമ്മൾ കണ്ടത്. അതേസമയം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അധികം മൃഗങ്ങളെ കണ്ടില്ല. 1-2 ആനയൊക്കെ കണ്ടുള്ളൂ. തിരിച്ച് ഞങ്ങൾ രാവിലെ പോകുന്നത്, 2 ദിവസം കഴിഞ്ഞപ്പോൾ. അപ്പം അന്നേരം ഇത്രയും കണ്ടില്ല. അപ്പം അങ്ങോട്ട് പോയപ്പോൾ നല്ലൊരു കറക്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും ഇത്രയും കണ്ടത്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും ഞാൻ കാണുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ഒത്തിരി അവക്കാഡോയുടെ സീസണാണ്. അവിടെ അവക്കാഡോ വിലക്കുറവ്, 80 രൂപയുള്ളൂ അവക്കാഡോയ്ക്ക് കിലോ. പിന്നെ ഞങ്ങൾ ഒരു ചേട്ടൻ്റെ കടയിൽ നിന്ന് അവക്കാഡോ വാങ്ങിച്ചു. അങ്ങോട്ട് പോയപ്പോഴേ കുറച്ച് വാങ്ങിച്ചു. പിന്നെ തിരിച്ചു വന്നപ്പോൾ വേറെ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു, നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അവക്കാഡോ ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ കമ്പിളി നാരങ്ങ, ബംബ്ലോസ് നാരങ്ങ, ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ചോളം ഉണ്ടായിരുന്നു. അപ്പോൾ ചോളമൊക്കെ ഉപ്പൊക്കെ പുരട്ടി മുളകൊക്കെ തേച്ച്
ആ ചേട്ടൻ ഞങ്ങൾക്ക് തന്നു. അതെല്ലാം കഴിച്ചു. പിന്നെ അവക്കാഡോ നമ്മളിങ്ങനെ ചുമ്മാ കഴിച്ചാൽ ടേസ്റ്റൊന്നുമില്ല. പിന്നെ അവിടുന്ന് നല്ല പഴുത്തതായിരുന്നു. നന്നായിട്ട് വിളഞ്ഞ. അപ്പോൾ ചുമ്മാ കണ്ടിച്ച് ആ ചേട്ടൻ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചു, വാങ്ങിച്ചു. അതെല്ലാം കൊണ്ടാ ഞങ്ങള് നേരെ ഗുണ്ടൽപേട്ടിന് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴി ചെറുതായിട്ട് അത് ഈ വനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്കിങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ കണ്ടു തുടങ്ങിയത്. അല്ലാത്തടത്തൊന്നും കടകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ ദൂരം പിന്നെയും കുറച്ചുകൂടെ ദൂരം പോയി കഴിയുമ്പോഴത്തേക്കും ഗുണ്ടൽപേട്ട ആവാറായി. അപ്പോൾ അവിടെ ഞങ്ങൾ പോകുന്ന വഴി ഈ കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കട കണ്ടു. നല്ല കട, നല്ല രസം കണ്ടപ്പോൾ. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി. അതിനോട് ചേർന്ന് ഒരു ടീ ഷോപ്പും ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഇറങ്ങി ടീയോ കാപ്പിയോ ഒക്കെ കുടിച്ച് ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പക്ഷെ ഇവിടെ ഈ കടയിൽ കയറി അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നല്ല വിലയാ. കാരണം ചൂരൽ കൊണ്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതല്ലേ. ഇങ്ങനത്തേന് എന്തായാലും വിലയുണ്ട്. അപ്പൊ അതുപോലെ വിലയുണ്ട്. എന്നാലും കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങളും കണ്ടപ്പോൾ ഒരു ഇഷ്ടമുള്ള തോന്നിയതൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ കാപ്പി കുടിക്കുന്ന കപ്പ് ഉണ്ടല്ലോ, അതവിടെ ഒരു തരം പ്രത്യേക ഒട്ടും വെയിറ്റ് ഇല്ല, എന്നാൽ നല്ല ഭംഗിയുള്ള കപ്പ്. അതിന് കാപ്പി കൊണ്ടുണ്ടാക്കിയതാണെന്നാണ് അവർ പറഞ്ഞത്. കാപ്പിക്കുരു കൊണ്ടുണ്ടാക്കുന്ന, കാപ്പിക്കുരുവും പിന്നെ ഈ ചൂരലിന്റെ സംഭവം കൂടി എങ്ങനെയോ അങ്ങനെ ഉണ്ടാക്കുന്ന കപ്പാണെന്ന് തോന്നുന്നു. വെയിറ്റ് ഇല്ല. ഞങ്ങളത് കാരണം ആ കപ്പും 2 3 വാങ്ങിച്ചു. അപ്പം അതൊന്ന് കാപ്പി അവിടെ ആ ഹോട്ടലിൽ നിന്ന് തന്നെ ഞങ്ങൾ കാപ്പി കുടിച്ചപ്പോൾ ആ കപ്പിലായിരുന്നു തന്നെ. അപ്പം അത് നമ്മൾ കൈ പിടിച്ച് കഴിഞ്ഞാൽ ചൂടൊന്നും ആവത്തില്ല, വെളിയിലേക്ക് നമുക്ക് ചൂട് വരത്തില്ല. അപ്പം അതുപോലത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തി. ഹോട്ടലിൽ വന്ന് ഞങ്ങളൊന്ന് ഫ്രഷായി. പിന്നെ വെളിയിലൊക്കെ ഇറങ്ങി ഒന്ന് കഴിക്കാനൊക്കെ ഒന്ന് ഇറങ്ങി.